അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിൽ, അതായത് നമ്മളിപ്പോൾ തറാവീഹിന് ഓതിയ ആ ഭാഗത്ത് 54-ാമത്തെ ആയത്താണ്. ഞാനിത് പറയാനല്ല സത്യത്തിൽ ഉദ്ദേശിച്ചത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫളായിലുകളായിരുന്നു ഉച്ചക്ക് എൻ്റെ മനസ്സിലുണ്ടായത് പറയാം. പക്ഷെ ഇപ്പോൾ ഇത് ഓതിയപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട ആയത്താണ് എന്ന് തോന്നി. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, മുവഹ്ഹിദുകളെയാണ്. അപ്പൊ ഇനി പറയാൻ പോകുന്ന അപകടം സംഭവിക്കാൻ ചാൻസ് ഉള്ളത് മുഅ്മിനുകൾക്കാണ്, മുവഹ്ഹിദുകൾക്കാണ്. അപ്പൊ മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ വളരെ ജാഗ്രതയോടെ ഓരോ കാൽച്ചുവട്ടടിയും മുന്നോട്ട് വെക്കുമ്പം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് വേണം വെക്കാൻ. കാരണം ഏതെങ്കിലും ഒരു വലയിൽ പെട്ടുപോയി അപകടത്തിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ശൈത്താൻ എവിടെയേ പ്രവർത്തിക്കുള്ളൂ? നല്ലവന്റെ കൂടെയേ പ്രവർത്തിക്കുള്ളൂ. മറ്റൊരിടത്ത് ശൈത്താന് പണിയില്ല. ഓനോടെ ഓൻ്റെ ആളായി കഴിഞ്ഞു. അവന്റെ പണി നടക്കുന്നത്, അധ്വാനിക്കുന്നത് സത്യവിശ്വാസികളുടെ വിശ്വാസത്തിന് എന്തെങ്കിലും തകർച്ച വരുത്താൻ, അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ, അവരുടെ കർമ്മങ്ങള്, അനുഷ്ഠാനങ്ങള് അത് വഴിയിൽ നിന്നും തെറ്റിയതാക്കാൻ, അങ്ങനെ നഷ്ടവാണിയാവാൻ എന്ത് പണിയെടുക്കാൻ പറ്റുമോ അതവൻ എടുക്കല് മുഅ്മിനീങ്ങൾക്ക് എടുത്താൽ. അതുകൊണ്ട് അല്ലാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു. വേറൊരു കാര്യം കൂടി മനസ്സിലായി. സത്യവിശ്വാസിയുടെ അടുക്കളിൽ നിന്ന് ശൈത്താൻ അവനെ പണിയെടുത്ത് പുറത്താക്കുന്ന വഴിയിൽ നിന്ന് മാറി നിൽക്കൂല. ഒരിടത്തുണ്ടാവും. എപ്പം വരെ ഉണ്ടാവും? മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ പിടിക്കാനായി കിടക്കുന്ന സക്കറാത്തിന്റെ അവസ്ഥയിൽ വരെ ശൈത്താൻ പണിയെടുക്കും. അത്ര ശ്രദ്ധിക്കണം വിശ്വാസികൾ. എൻ്റെ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, അള്ളാഹു തന്നിരിക്കുന്ന ഹിദായത്ത് ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യപ്പെടാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും 1% പോലും ഉറപ്പുള്ളവരല്ല. നമ്മളെ കണ്ടാ അങ്ങനെയാ തോന്നുക, നമ്മൾ തൗഹീദിന്റെ ആളായി. വെള്ളക്കൊടി കൈമ പിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആര് വരണം? മലക്കുൽ മൗത്ത് വരണം. എങ്ങോട്ട് പോവാൻ? ജന്നത്തുൽ ഫിർദൗസിൽ പോവാൻ കാത്തിരിക്കാൻ. അതുകൊണ്ടൊന്നാവില്ല. വെറുതെ തൗഹീദ് കിട്ടിയതിനെ കൊണ്ട് അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ സഹാബാക്കളെ കൊണ്ട് അല്ലാഹു ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യം എന്താണ്? സുബ്ഹാനല്ലാഹ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണ് സഹാബാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ വെറുതെ ഈസിയായി എളുപ്പത്തിൽ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത അബസൻ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കുറെ ക്ഷമിക്കേണ്ടി വരും, കുറെ പരീക്ഷണങ്ങൾ ജയിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ അല്ലാഹു ആ നിലക്ക് അങ്ങനെ പ്രയാസപ്പെടുത്തി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മളെല്ലാം കിട്ടിയ പോലെയാണ്? ഇല്ല. മുഅ്മിനീങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ ആരും സ്വയം നിങ്ങളെ നഫ്സിനെ നന്നാക്കി പറയരുത്. ഞാൻ ഓക്കെയായി, ഞാൻ ഇങ്ങനെയായി, എനിക്ക് അങ്ങനെയായി, എനിക്ക് മറ്റേതായി മറിച്ചതായി. നിങ്ങൾക്കൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. ഹുവ അഅലമു ബിമൻ ഇത്തഖാ, അല്ലാഹുക്കറിയാം നിങ്ങളെ മനസ്സ് ഉള്ളും കൃത്യമായിട്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ദുനിയാവിൽ. ദുനിയാവിന്റെ കാര്യത്തിൽ സമാധാനമായിരിക്കും, എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ മുഅ്മിനീങ്ങൾ എപ്പോഴും ടെൻഷനിലായിരിക്കും. ബൈനൽ ഖൗഫി വറജ, പേടിയും വരും, പ്രതീക്ഷയും വരും, പിന്നെയും പേടിയാവും, പിന്നെയും പ്രതീക്ഷ വരും, അങ്ങനെ 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 പോയിട്ട് പോകും. കാരണം അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അവന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോയാൽ, എന്ന് പറഞ്ഞാൽ ദീനിനെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ മാറ്റിവെച്ചാൽ. അതിന് നടക്കുന്നുണ്ടോ? ദീനൊരു ഭാഗത്തുണ്ട്, ദീനിന്റെ നിയമം ഒരു ഭാഗത്തുണ്ട്, അള്ളാന്റെ നിയമം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമം ഒരു ഭാഗത്തുണ്ട്, അതിന്റെ അപ്പുറത്ത് നമ്മളുടെ താല്പര്യം ഒരു ഭാഗത്തുണ്ട്.
അഥവാ നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെയും മാറ്റിവെച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പോകാൻ മെനക്കെട്ടാൽ പിന്നെ നിങ്ങൾ എനിക്ക് ആവശ്യമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. എന്തിനാ എനിക്ക് തോന്നുമ്പോൾ ശല്യങ്ങളെ ആവശ്യം വരുമ്പോൾ മാത്രം എന്നെ ആവശ്യമുണ്ട്, എന്നാലോ നിങ്ങൾക്ക് ജയിക്കണമെന്ന് തോന്നുമ്പോൾ എന്നെ ആവശ്യമില്ല. അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് വേണ്ട. അവര് കപടന്മാർ, എനിക്ക് അവരെ ഇഷ്ടമല്ല. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ നമ്മളെ കൂട്ടത്തിൽ ആർക്കാണ് ഇതാണ് ദീനിന്റെ നിയമം, ഇതാണ് അള്ളാന്റെ നിയമം, ഇതാ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്നറിയാത്താനാണ്. എത്ര വർഷമായിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടി പാടുണ്ടോ ഇല്ലയോ? ഇല്ലാന്ന് ആരാ അറിയാത്തത്? ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ല എന്ന് അറിയാത്തവരല്ല ദുനിയാവിലെ ഒരു മുസ്ലിമും. കാരണം നസാറാക്കൾ ഉണ്ടാക്കിയതാണ്, അതിന്റെ തുടക്കമേ നസാറാക്കളുടേതാണ്. അത് നിർബന്ധമായും നസാറാക്കളുടെ ശൈലിയാണ്, അവരുടെ സുന്നത്താണ്, അവരുടെ സംസ്കാരമാണ്. മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും ചേരൂല എന്ന് മാത്രമല്ല, അതങ്ങനെ ആഘോഷിച്ചവൻ അതിൽ പെടും. മൻ തശബ്ബഹ ബിഖൗമി ഫഹുവ മിൻഹും. നസ്രാണിയാവും. ആരെങ്കിലും ഒരു ഖൗമിനോട് തശബ്ബുഹായാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു. ആർക്കാ അറിയാത്തില്ല? ഇരിക്കുന്ന ഉപ്പമാർക്കെല്ലാം അറിയാം, താഴത്തുള്ള എല്ലാ ഉമ്മമാർക്കും അറിയാം. എന്നാലും മോൻ വന്നിട്ട് കരയും, മോള് വന്നിട്ട് കരയും. ക്ലാസ്സിൽ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നു. തലേ ദിവസം തന്നെ ടീച്ചറുമില്ല, ഇന്ന് മുഹമ്മദിന്റെ നാളെ ബർത്ത്ഡേ അല്ലേ മുഹമ്മദ്, എന്താ കൊണ്ടുവരിക എന്ന് ടീച്ചർ എല്ലാവരും മുമ്പെന്ന് ചോദിച്ചു. ഈ കുഞ്ഞുങ്ങളെ വന്നിട്ട് വീട്ടിൽ നിന്ന് കരഞ്ഞു. എന്ത് നിലപാട് ഈ ഉപ്പയും ഉമ്മയും സ്വീകരിക്കും? എന്ത് നിലപാട് സ്വീകരിക്കണമെന്നും ആ നിലപാട് സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരുമെന്നും ആയത്തിന്റെ അവസാനം വിട്ടോ പറയാം. കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞിരുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യും? മക്കളൊരു വിഷമല്ലേ, അവരൊരു ചെയ്യും, കുറച്ച് പ്രായം കുറച്ചാവട്ടെ, അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കേക്കൊന്നും വാങ്ങണ്ട, 1 കിലോ മുട്ടായി വാങ്ങിട്ട് പോയിക്കോട്ടെ, ഒരു ബേക്ക് മുട്ടായി അല്ലേ, കുറച്ച് കേക്കല്ലേ, കുറച്ച് ജ്യൂസ് അല്ലേ, പോയിക്കോട്ടെ എന്ന് നിങ്ങൾ ചെയ്താൽ അതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ദീൻ മനസ്സിലായതിനു ശേഷം തൽക്കാലമായി ഒന്ന് മാറ്റിവെച്ചാൽ, ഈ മാറ്റിവെക്കുന്ന പോലെ കാസർഗോഡ് അറിയപ്പെട്ട പല ഹോട്ടലുകളിലും ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. മുതുക്കന്മാരും മുതുക്കികളുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. 80 വയസ്സായി 85 വയസ്സായി ഓനും ആഘോഷിക്കുന്ന ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഉപ്പപ്പ എന്ന് പറഞ്ഞിട്ട് കട്ടാക്കിയിട്ട് ഉപ്പപ്പാരെ വായിൽ ഉമ്മമ്മ, ഉമ്മമാരെ വായിൽ ഉപ്പപ്പ. നാളെ വിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമമാണ്, നിരോധനമാണ്, പാലിച്ചേ പറ്റുള്ളൂ. ഗൗരവത്തിൽ കാണുന്നേ ഇല്ല, ലാഘവത്തിൽ. കേട്ടോളൂ അള്ളാഹ് എന്താ പറയുന്നത്? നിങ്ങൾ അങ്ങനെ എന്റെ ദീനിനെ നോർമയുണ്ടാക്കിയാൽ. ഇതെല്ലാം അറിഞ്ഞിട്ടും മംഗലം, കാസർഗോട്ടെ മംഗലം, അത് വേറെ തന്നെ മംഗലം. എത്ര ദിവസം പറയാ? 5 ദിവസം മംഗലം. മഞ്ഞ, പച്ച, പിന്നെ അതല്ല ചുവപ്പുണ്ട്, ബ്ലാക്ക് വന്നിട്ടുണ്ട്, ഫുള്ള് പർദ്ദ. അന്ന് രാത്രി എല്ലാ പെണ്ണുങ്ങളും പർദ്ദ. ഇതുവരെ പർദ്ദ കാണാത്തോള് വരെ പോയിട്ട് കവർദയും മുഖമക്കരയും കയ്യുറയും കാതുറയും എല്ലാം ഇട്ടിട്ട് വരും. എന്നിട്ടോ അറബിക് ഡാൻസ്. ഈ പർദ്ദയിട്ട പെണ്ണുങ്ങളും പെൺകുട്ടികളും. എന്ത് ചോദ്യം നോക്കി അള്ളാന്റെ. ഓൻ വിചാരിക്കുന്നുണ്ടോ, ഓട് വിചാരിക്കുന്നുണ്ടോ ഇതൊന്നും ആരും കാണുന്നില്ല, ഇതൊന്നും ആരും അറിയില്ല? ഇതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ സുഖമായി ജീവിച്ച് ഒന്നും അവിടെ നിർത്താണ്ടും മുട്ടാണ്ടൊക്കെ അങ്ങോട്ട് വരാതെ ഞാൻ വിചാരിക്കുന്നു. അള്ളാഹ് ചോദിക്കാൻ ഖുർആനിൽ, അയഹ്സബു അല്ലം യറഹു അഹദ്, ഇതൊന്നും ആരും കാണുന്നില്ല എന്നാ വിചാരം. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, ഇവന്റെ കാര്യത്തിൽ ആർക്കും ഒരു കഴിവുമില്ല, പിടുത്തമില്ല, ശക്തിയില്ല എന്നാ വിചാരിക്കുന്നത്. ഞാൻ പിടിക്കാത്തോണ്ടാണ്, ഞാൻ ഒന്നും ചെയ്യാത്തോണ്ടാണ്, ആർക്കും ഒരു കൂവത്തില്ല, പിടിക്കാൻ ആരുമില്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ടാ. കഴിയും, ഞാൻ വിടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമല്ലോ നോക്കാൻ. അനീബു ഇലാ റബ്ബിക്കും. നിയമമുണ്ട്, ദീനുണ്ട്. ആണും പെണ്ണും ഒക്കെ മിക്സ് മംഗളത്തിൽ.
ഇന്നലെ പറഞ്ഞില്ലേ, ചില ഉമ്മമാരുണ്ട് നല്ല 17 18 വയസ്സുള്ള തക്കാളി പോലത്തെ പെൺപിള്ളറെ ആ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആൺപിള്ളറെ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണിക്കും. നാളെ ഉമ്മമാൻ്റെ ഫോണിലേക്ക് മെസ്സേജ്, നിങ്ങളെ മോള് കെട്ടിച്ച അതിന് വേണ്ടിയിട്ട്. ഇന്ന് നടക്കുന്ന കഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് തന്ന ഈ ദീനില്ലേ, അതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും തെന്നിമാറിയാൽ, തെറിച്ചു പോയാൽ, വേണ്ടാന്ന് വെച്ച് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാൻ തീരുമാനിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ? തൽക്കാലം നിങ്ങളെ എനിക്ക് വേണ്ടാന്ന് ഞാൻ വെച്ചളയും. എൻ്റെ ദീനിനെ പരിഗണിക്കാത്ത നിങ്ങളെ എനക്കും വേണ്ടെന്ന് ഞാൻ വെക്കും. എന്നിട്ട് പുതിയൊരു ടീമിനെ ഞാൻ കൊണ്ടുവരും. പിന്നീട് അള്ളാഹു കൊണ്ടുവരും ബിഖൗമിൻ, ഒരു ജനതയെ. എന്താണെന്നറിയാം പ്രത്യേകത? അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. യുഹിബ്ബുഹും, അവൻ അവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അള്ളാഹുവിന് അവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? അവർ ദീനിനെ അങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ടാവും. കളിയാക്കുന്നു, പരിഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു, ബന്ധങ്ങൾ തകരുന്നു, പേര് പോകുന്നു, പെരുമ പോകുന്നു, മക്കൾ കരയുന്നു, ഭാര്യ കരയുന്നു, അമ്മോച്ചൻ മുട്ടിട്ട് പോകുന്നു, അമ്മായി തെറി പറയുന്നു, പുതിയ എണ്ണ മുട്ടിട്ട് പോകുന്നു, പുതിയാപ്പിള മുട്ടിട്ട് പോകുന്നു, ആകെ തകർന്ന് തരിപ്പണായി. ഇവൻ ഒരു കുലുക്കില്ല. ഇവൻ പിടിച്ച പിടി ദീൻ തന്നെ. യുഹിബ്ബുഹും, അവനെ ഞാൻ ഇഷ്ടപ്പെടും. അവരോ വയുഹിബ്ബൂനഹു, അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ അവർക്ക് അവനെ പ്രസവിച്ച ഉമ്മ തന്നെ എതിരാവട്ടെ, എന്റെ മുമ്പിൽ ആ ഉമ്മാനെ മെയിൻ ചെയ്യില്ല. എന്നെ അത്ര ഇഷ്ടമായിരിക്കും ആ ടീം. വയുഹിബ്ബൂനഹു, അവർ അല്ലാഹുവിനെ അങ്ങനെ ഇഷ്ടപ്പെടും. ഏറ്റവും വലിയ മുഹബ്ബത്തിന്റെ അടയാളം എന്താ? അനുസരണ. തഅസില്ലിലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ ലഉംരി ഫിൽ ഖിയാസി ബദീഉ ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. തഅസിൽ ഇലാഹ, നീ അല്ലാഹുവിനെതിരും കാണിക്കുന്നു, എന്നിട്ടോ വഅൻത തുദ്ഹിറു ഹുബ്ബഹു, പറയുന്നെന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഇഷ്ടമുണ്ടെങ്കിൽ നീ എതിര് കാണിക്കൂല. ഏത്? കവി പറയാൻ, എനിക്കിത് മനസ്സിലാകുന്നില്ല, നീ പറയുന്ന ഇഷ്ടമുണ്ട് എന്ന്, പക്ഷെ അനുസരിക്കുന്നില്ല. ഇതെന്താ സംഭവം? ഇൻകാന ഹുബ്ബുക സാദിഖൻ, നിന്റെ ഇഷ്ടം സത്യസന്ധമാണെങ്കിൽ ലഅതഅതഹു, നീ അവനെ അനുസരിക്കുമായിരുന്നു. ഓൻ പറഞ്ഞതിൻ്റെ അങ്ങോട്ടും പോലെ ഇങ്ങോട്ടും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. സഹാബക്കൾ അങ്ങനെ ജീവിച്ചവരാണ്. സഹാബത്ത് അങ്ങനെ എന്തെന്ന് പറയാ, എങ്ങനെ മനസ്സിലാക്കി തരിക? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കൃത്യമായത് അള്ളാന്റെ നിയമം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത്. അതുകൊണ്ടല്ല ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണം എന്താണ്? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് വഅസ്ഹാബു റസൂലില്ലാഹ്. എത്ര വലിയ സർട്ടിഫിക്കറ്റാണ് നോക്കി. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ദീൻ പഠിക്കാൻ ഖുർആനിലൂടെ ഹദീസിലൂടെ ഇവ രണ്ടും സഹാബത്ത് എങ്ങനെ ജീവിച്ചോ അങ്ങനെ. അത് ഇതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അള്ളാനെ, തിരിച്ച് അള്ളാഹ്ക്ക് അങ്ങനെ അങ്ങോട്ട്. അങ്ങനെ മുഹബ്ബത്ത് രണ്ടാണ്. 2 വേ പ്രേമം ഇല്ലേ? 1 വേ പ്രേമം എങ്ങനെ ഉണ്ടാവും? വെറുതെ പൈസ അല്ലാണ്ട് ഒരു സുഖമില്ലല്ലോ, രസമില്ലല്ലോ. എന്തിനാ വെറുതെ? 2 വേ ആണെങ്കിൽ ഹാപ്പിയായി. അള്ളാഹു അതാ പറയുന്നു, യുഹിബ്ബുഹും, അവൻ അവരെയും ഇഷ്ടപ്പെടും, വയുഹിബ്ബൂനഹു, അവർ അവനെയും മുഹബ്ബത്ത് വെക്കും. രണ്ടാളും മുഹബ്ബത്തും കൂടിയാകുമ്പോൾ ജീവിക്കുന്ന ഔലിയാക്കൾ. അള്ളാഹു നസീബാക്കി തരട്ടെ. പിന്നെന്താ അവരുടെ പ്രത്യേകത? അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് അവർ നല്ല നിസ്സാരന്മാരായ, മാന്യന്മാരായ, വിനയാന്വിതരായ, സ്നേഹിക്കുന്ന, കൂടെ കൂടുന്ന മുവഹിദുകളുടെ കൂടെ കൂടിച്ചേർന്ന് ജീവിച്ച് അവരെ സഹായിച്ച് അവരെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ജീവിക്കും. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, കുഫ്റൻ പരിപാടികളോട് കട്ടുകടുത്ത നിലപാടുകാരായിരിക്കും. ഓണം വന്നാൽ പോയിട്ട് അടിക്കൂല. പട്ടറേക്കാളും ആർത്തിയിലാണ് പിന്നെ മാപ്പിളമാരടിക്കൽ. ഓണം വന്നാൽ ഇതുവരെ ചോറ് കാണാത്ത പോലെ, ഇതുവരെ സാമ്പാർ കാണാത്ത പോലെ. ഓണം വരുമ്പോൾ ഇതുവരെ പച്ചക്കറി കണ്ടിട്ടേ അങ്ങനെ ഇരിക്കുക, അങ്ങനെ തിന്നുക, എന്തോ വാശി തീർക്കാനുള്ള പോലെ.
വഇസ്സത്തിൻ അലൽ കാഫിരീൻ. ഞാൻ പുതുതായിട്ട് കൊണ്ടുവരുന്ന ടീമുണ്ടല്ലോ, കൂഫറിന്റെ ഒരു പരിപാടിക്ക് ഒപ്പുള്ളവർ പോയില്ല. എന്റെ റബ്ബിന് എതിർപ്പാണ്, ഇഷ്ടമില്ല എന്ന് കണ്ടാൽ പിന്നെ ആ വഴിക്കുന്നില്ല. ഇസ്സത്തിൻ അലൽ കാഫിരീൻ. കുഫറിന്റെ ആൾക്കാരോട്, ശിർക്കിന്റെ ആൾക്കാരോട് ഒരു കോംപ്രമൈസും അവരില്ല. എന്റെ ആൾക്കാരാവും, ഒരു അഡ്ജസ്റ്റ്മെന്റ് അവർക്കില്ല. ക്രിസ്മസ് ആവട്ടെ, ഇതാവട്ടെ, കുത്തുബിയത്താവട്ടെ, ക്രിസ്മസിനോടൊപ്പം ഓണത്തിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റിയ കേസാണ് ഇത്. കുത്തുബിയത്ത്, റാത്തീവൊക്കെ, അതൊക്കെ ഒരു മതത്തിന്റെ, ഒരു പുതിയ മതത്തിന്റെ പ്രവർത്തികളാണ്. മൂത്താപ്പ അല്ലേ, ഉമ്മമ്മ അല്ലേ, ഇളയമ്മ വിളിച്ചല്ലേ, അങ്ങനത്തെ ഒരു പരിപാടി ആ പുതിയ ടീമിനുണ്ടാവില്ല. അത്ര കടും പിടുത്തായിരിക്കും കുഫറിന്റെ ശിർക്കിന്റെ കാര്യത്തിൽ. പിന്നെയോ യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. അത് ധർമ്മസമരമാണെങ്കിൽ അങ്ങനെ, നാവുകൊണ്ടുള്ള സമരമാണെങ്കിൽ അങ്ങനെ, എഴുത്തുകൊണ്ടുള്ള സമരമാണെങ്കിൽ അങ്ങനെ, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടും. അവർ ദീനിനെ പ്രചരിപ്പിക്കുന്നവരുമായിരിക്കും. പക്ഷേ വലാ യഖാഫൂന ലൗമത്ത ലായിം, ഒരാക്ഷേപകന്റെയും ആക്ഷേപം ഓൻ്റെ 7 അയലത്ത് തൊട്ട് തീണ്ടൂല. ഓനൊരു പേടിയില്ല. നമുക്കെന്താ പേടി? അതാണല്ലോ പറയുന്നത്, കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം എന്താ പേടി? ഇതുവരെ ഇവിടെ കൂടെ ഉണ്ടായിനി, ഇപ്പൊ ഒന്ന് മാറും ആൾക്കാരെന്താ പറയാ? ലാ യഖാഫൂന ലൗമത്ത ലായിം. പുതുതായി കൊണ്ടുവരുന്ന ആൾക്കാർ ഇപ്പോഴത്തെ ഈ പുതിയ ഫാഷൻ ലൈഫ് ഉണ്ടല്ലോ, അതിനെതിരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്താവും? ഒരു നാണക്കേട്. ആൾക്കാർ പറയും, എന്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ ലാ യഖാഫൂന ലൗമത്ത ലായിം, ഒരാക്ഷേപകന്റെയും ആക്ഷേപം അവർ പേടിക്കുകയുമില്ല. ദാലിക ഫദ്ലുല്ലാഹ്, ഈ വിശേഷണങ്ങളോട് കൂടിയുള്ള മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കും. ചോദിച്ചിട്ട് വാങ്ങിക്കൊള്ളണം. എത്ര വിശേഷണം പറഞ്ഞു? ഫസൗഫ യഅ്തില്ലാഹു ബിഖൗം, നിങ്ങൾ ദീൻ വേണ്ടാന്ന് വെച്ചാൽ പുതിയ ടീമിനെ അള്ളാഹ് കൊണ്ടുവരും. യുഹിബ്ബുഹും, ഒന്ന് അവരെ അള്ളാഹു ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു, 2 അവർ അള്ളാഹിനെയും ഇഷ്ടപ്പെടും. 3 അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുവഹ്ഹിദീങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരായിരിക്കും, കൂടെ കൂട്ടുന്ന ആൾക്കാരായിരിക്കും. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, കുഫറിന്റെ ആൾക്കാരോട്, ശിർക്കിന്റെ ആൾക്കാരോട് കടുത്ത നിലപാടുകാരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. വലാ യഖാഫൂന ലൗമത്ത ലായിം. 6ാമത്തെ വിശേഷണം, ഈ വിഷയത്തിൽ ഒന്നും അവർ ഒരാളുടെ ആക്ഷേപത്തെയും പേടിക്കുന്നവരല്ല, അള്ളാഹിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അങ്ങനെ ജീവിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്നൊരു ഔദാര്യമാണ്. അവിടെ എത്തണം. ആ ഔദാര്യത്തിന് അർഹരാവണം പ്രിയപ്പെട്ടവരെ. എന്നാലേ മരിച്ചിട്ട് പോകുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. ഇന്ന് നമ്മൾ കാണുകയാണ് ഈ പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമായത് പുലർന്നത്. പരിശുദ്ധ കാബന്റെ മുറ്റത്ത് ജൂതന്റെ പിള്ളറ്, പച്ചകുത്തിയ പിള്ളറ്, മൂക്ക് തുളച്ച്, കണ്ണ് തുളച്ച്, ചെവി തുളച്ച്, കഴുത്ത് തുളച്ച്, ഇരുമ്പിട്ട്, കമ്പിയിട്ട്, പച്ചകുത്തി വികൃതമാക്കിയ കോലത്തിൽ ആ ഇഹ്റാമിൻ്റെ തുണിയെടുത്തിട്ട് കാബന്റെ മുമ്പിൽ വന്നിട്ട് നിലവിളിച്ചിട്ട് കരയാൻ മാപ്പ് ചോദിച്ചിട്ട്. ഒരു കാലത്ത് ഇസ്ലാമിനെ നോവിച്ചവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോശമായി ചിത്രീകരിച്ച് ഡച്ചുകാരൻ ഫിലിമുണ്ടാക്കിയില്ല. എന്താ ഫിലിമിൻ്റെ പേര്? ഇംഗ്ലീഷിലുള്ളൊരു ഫിലിം ഉണ്ടാക്കി ഡച്ചുകാരൻ, ഡെൻമാർക്കുകാരൻ. ഓൻ ഇന്നാരാന്നറിയോ? ഓൻ ഇന്ന് മുഹമ്മദ് മുസ്തഫാന്റെ ശരീഅത്തിന്റെ പ്രബോധകനാണ്. ഒരു ചങ്ങായി ചോദിച്ചിത്ര അവനോട്, ഈ പ്രവാചകനെ എതിർത്തി വിമർശിച്ച പുസ്തകങ്ങളല്ലേ നിങ്ങൾ വായിച്ചിട്ടുള്ളൂ? ആ പ്രവാചകന്റെ അനുയായികൾ എഴുതിയ, ഈ പ്രവാചകനെ പ്രശംസിച്ച് എഴുതിയ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടോ? അതില്ല. ഈ ചങ്ങായി കുറച്ച് പുസ്തകം കൊണ്ടേ കൊടുത്തു. വായിച്ചു, പിന്നെയും വായിച്ചു. ഒരു ദിവസം പള്ളിയിലേക്ക് പോയിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്നിട്ട് ഉംറക്ക് പോയി. ഉംറ കഴിഞ്ഞ് വന്നപ്പം പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അവിടെ ചെന്നപ്പം എവിടെ, നിങ്ങൾ ആരെയാണോ ഇത്ര വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചത്, ആ മനുഷ്യൻ്റെ നാട്ടിൽ പോയപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ? അദ്ദേഹം പറഞ്ഞു, മക്കത്ത് നിനക്കൊന്നും തോന്നിയില്ല, മദീനത്തെത്തിയപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അക്കടക്കുന്ന ആളെയാണല്ലോ ഞാൻ ഈ തരത്തിൽ ചിത്രീകരിച്ചത് എന്ന തോന്നൽ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അരട്ടിപ്പോയി. അങ്ങനെ മനുഷ്യന്മാർ മാറി വരികയാണ്. ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്നവർ എന്താര് പറഞ്ഞാലും കുത്തിയാലും നോവിച്ചാലും ദീനിൻ്റെ ഒരു പിടി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത ഈ അള്ളാഹ് പറഞ്ഞവർ
ദുനിയാവിന് വന്നുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബേക്കോട്ടാവരുത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, പക്ഷെ വരാൻ കുറച്ച് ലേറ്റായി. അതിനു മുമ്പ് ആര് വന്നു? ബിലാൽ വന്നു. വെറും അടിമ എന്ന് പറഞ്ഞാൽ പക്ക അടിമയാണ് ബിലാൽ. പണ്ടേ ആഫ്രിക്കയിൽ നിന്നാരോ കൊണ്ടുവന്നിട്ട് മക്കത്തി വിറ്റ ആ അടിമ കുടുംബക്കാരൻ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് പള്ളിയില് മദീനത്ത് അബൂ സുഫിയാനും സുഹൈൽ ബിൻ അംറും കാണാൻ വേണ്ടി വരികയാണ്. മദീനത്ത് വാതിലിനടുത്ത് കാവലാരെന്നറിയോ? ബിലാൽ. കാവൽ നിൽക്കുന്നത് ബിലാൽ പറഞ്ഞു, ഇപ്പം കാണാൻ പറ്റൂല. ആരോട്? പഴയ യജമാനന്മാരോട് ഇപ്പം കാണാൻ പറ്റൂല. അബൂ സുഫിയാന് കുറച്ചൊരു ഗീറത്തുള്ള മനുഷ്യനാണ്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷവും അങ്ങനെ തന്നെ ഉണ്ടായി. പക്ഷെ അധികാരം വേണം, കസേര വേണം എന്നല്ല ആഗ്രഹിച്ചൊരു ടീമാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യം പിടിച്ചപ്പം സുഹൈൽ ബിൻ അംർ പറഞ്ഞു, ദേഷ്യം പിടിക്കണ്ട, നമ്മൾ വരാൻ ലേറ്റായിപ്പോയി. ബിലാൽ നേരത്തെ വന്നു. ആ ഫദലാണ് ഈ കാണുന്നത്. ആ അടിമ പറയണം റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ അനുവാദം കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ബേക്കിലായി പോകരുത്, മുമ്പിൽ വരണം. ബേക്കിലായി പോകരുത് പ്രിയപ്പെട്ടവരെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഇന്നോതി നമ്മൾ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിച്ചോടിൻ, മുന്നോട്ട് വന്നോടിൻ, ഒരിക്കലും ബാക്കിലാവണ്ട. ആവുന്നില്ല, നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ പലരും നല്ല ശക്തമായി ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നല്ല ഇസ്സത്തോടെ മുത്തഖീങ്ങളുടെ ഇമാമുകളായി ഇസ്സത്തോടെ ലോകത്തിൻ്റെ മുന്നിൽ നമുക്കും നമ്മളെ മക്കൾക്കും തലയും ഉയർത്തി പിടിച്ചു നിൽക്കാവുന്ന തരത്തിൽ ദീൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദീനിൻ്റെ പ്രബോധകരായി, ദീനിൻ്റെ പട്ടാളക്കാരായിട്ട് അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.